കുറച്ച് നാളായില്ലേ വീട്ടിലൊക്കെ ഇരുന്ന് കുക്കൊക്കെ ചെയ്ത് ഞായറാഴ്ച ആഘോഷിച്ചിട്ട് ഇന്ന് അങ്ങനെ ഒരു ഞായറാഴ്ച ആവട്ടെ. സോ ഞങ്ങൾ രണ്ടുപേരും വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കി ഇന്ന് സമ്പൽ സമൃദ്ധമാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ക്രിസ്റ്റിയുടെ അടുത്ത് ഞാൻ അതിന് കറിയായിട്ട് വല്ല സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിലും കുറച്ച് അഹങ്കാരവും അമിത ബുദ്ധിയും ആവേശവും കൂടുതലായതുകൊണ്ട് മിസ്റ്റർ പ്രശ്നേഷ് ആകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇദ്ദേഹം എന്താണ് ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെ ധാരണയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഏതോ യൂട്യൂബ് വീഡിയോയോ ഇൻസ്റ്റാഗ്രാം വീഡിയോ എന്തോ കണ്ടിട്ട് അത് ഉണ്ടാക്കുവാണ്. ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ ആണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ക്രിസ്റ്റി ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാൽ ഞാൻ ഒരിക്കലും ഇന്ത്യൻ പറാത്ത ഉണ്ടാക്കില്ല. ഞാൻ ഭൂപടങ്ങളുടെ ഷേപ്പിലുള്ള പല പല രാജ്യങ്ങളുടെ മോഡലുകളിലുള്ള ചപ്പാത്തികൾ അങ്ങനെ ചൂടപ്പം പോലെ ചുട്ടിട്ടു. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു കാരണവശാലും 12:30 ആകുമ്പോൾ ലഞ്ച് കുക്ക് ചെയ്യാൻ കയറരുത് എന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കി. വിശന്ന് അണ്ടിപ്പരിപ്പ് കരിഞ്ഞ് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പായ ഒരവസ്ഥയായിരുന്നു. ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ പ്രിപ്പറേഷൻ ഒരാളിവിടെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയും എത്തിയിട്ടില്ല. എപ്പോഴാണാവോ എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷെ ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രം. എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഒതുക്കി പെറുക്കി വെച്ച് പരിപാടി തുടങ്ങുവാണെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ 3G ആയിട്ടിരിക്കാം. വിശന്ന് വലഞ്ഞ് മരിച്ചു പോകുന്നതിന് മുമ്പേ സാധനം കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു മിനിറ്റും കൂടെ അങ്ങോട്ട് പോയാലും അവിടെ ബോധം കിട്ടു വീണേ. മാഷ്ഡ് പൊട്ടേറ്റോ ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ. ഇനി നമുക്കൊരു പിടി പിടിക്കാം. കുറച്ച് പെപ്പറും കൂടെ തൂവി. ഭീകരം മക്കളെ, ഭയാനകം.